ഹലോ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് കണ്ടാലോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മെബിലൈൻ്റെ ഈ ഒരു ഫിറ്റ് മീ 128 എന്നുള്ള ഷെയ്ഡുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഇതേപോലെ ഒന്ന് ഡോട്ട് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ കറക്റ്റ് ഷെയ്ഡ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് പോലെ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. ഇനി കുറച്ചും കൂടി എടുത്തു. ഞാൻ നേരത്തെ നെക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇതേപോലെ നെക്കിലും ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫേസിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ നെക്കിലും ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസും നെക്കും രണ്ട് കളറായിട്ടാണ് കേട്ടോ ഇരിക്കുക. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോകട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഐ ഷാഡോ ഇട്ടെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അതിന് ഈ ഒരു പീച്ച് കളറാണ് തോന്നുന്നു. ആ ഒരു കളറ് ഞാൻ ഇതേപോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വിരൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് രണ്ട് കണ്ണിൻ്റെ മേലും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ആ ഒരു വിങ്സിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് കണ്ണിൻ്റെയും ആ ഒരു അറ്റത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനറാണ് കേട്ടോ. ഇനി നമുക്ക് ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ കണ്ണിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അങ്ങനെ രണ്ട് കണ്ണിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാല് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് ഒരു വാല് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി താഴത്തായാലും ഈ ഒരു ഐലൈനർ ഉപയോഗിച്ചിട്ട് തന്നെ പകുതി വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു വിങ്സ് വരച്ചിട്ടുണ്ടല്ലോ അറ്റത്തായിട്ട്, അവിടെയായിട്ട് ഇതേപോലെ ഒന്ന് മുട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡാസ്ലറിൻ്റെ ഈ ഒരു 025 എന്നുള്ള ഷെയ്ഡും പിന്നെ ക്ലാമിയുടെ ഈ ഒരു 06 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതേപോലത്തെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു പൊട്ട് വെച്ചെടുക്കാം. ആദ്യം ഞാനൊരു കറുപ്പ് പൊട്ടാണ് കേട്ടോ വെച്ചെടുത്തത്. അതെനിക്ക് ഇഷ്ടമായില്ല. എന്നിട്ട് അത് ഞാൻ വീണ്ടും മാറ്റിയിട്ട് ഈ ഒരു ചുവപ്പ് കളർ പൊട്ടാണ് കേട്ടോ വെച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ ഫേസിലുള്ള ഒരുവിധ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ നിങ്ങൾ എടുക്കുന്നത് അതേപോലെ എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള സൈഡ് പാർട്ടീഷനാണ്. അതിനുശേഷം കുറച്ച് മുടി ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതൊന്ന് ആദ്യം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ചെറിയ ഹെയർസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റൈല് നമുക്ക് കുർത്തിയുടെ കൂടെ അതേപോലെ തന്നെ സാരിയുടെ കൂടെ ഒക്കെ നല്ല മാച്ച് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഫുള്ളായിട്ട് ഇതേപോലെ പിരിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിലെ ഭാഗം ചെറുതായിട്ടൊരു പഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം ഒരു സ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞെ സെക്ഷൻ ആക്കി എടുക്കാം. പിരിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും നമുക്ക് ഇതേപോലെ ഒരു സ്ലേഡ് ഉപയോഗിച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ചെറിയൊരു ബാങ്ക്സ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ആ ഒരു ചുവപ്പ് പൊട്ട് മാറ്റിയിട്ട് ഈ ഒരു കറുപ്പ് പൊട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം കമ്മൽ ഇട്ട് കൊടുത്തു. പിന്നെ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് സിന്ദൂർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിന്ദൂർ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതേപോലത്തെ രണ്ട് വളകളാണ് ഇട്ട് കൊടുത്തത്. ചെറുതായിട്ട് ഇതേപോലെ ഹാങ്ങിങ്സ് ഒക്കെ ഉള്ളത്. അതിനുശേഷം കറുപ്പ് കളർ ഇതേപോലത്തെ ഒരു മാല ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ അത്. അതിനുശേഷം ഞാൻ ഇതേപോലെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോസുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു മേക്കപ്പ് ലുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
ഈ ഒരു വീഡിയോ ഞാൻ പുറത്ത് നിന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പ് അല്ല ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അധികം ഓവർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ താഴെയായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.